കുട്ടികൾ ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് വിചാരിക്കുകയല്ല പിള്ളേർക്ക്. അപ്പൊ നമ്മൾ ഏത് എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സ്ട്രെച്ചിങ് ആണ് അല്ലെ. സ്ട്രെച്ചിങ് എക്സസൈസ്, വാമപ്പ് ഉണ്ട്. പിന്നെ നമ്മളിപ്പോ ലോക്ക്ഡൌൺ ആയ കാരണം എല്ലാവരും വീട്ടിലിരുന്ന് കാര്യങ്ങളുണ്ട് അല്ലെ. നമ്മള് സാധാരണ ഗ്രൗണ്ടിൽ കളിക്കണമെന്നില്ല, നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ ചെറിയ എക്സസൈസുകൾ കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് വേരിയേഷൻസ് ഉള്ള എക്സസൈസ് കാര്യങ്ങളും ചെയ്യാം, വീട്ടിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം. അപ്പൊ ഒരു എല്ലാ എക്സസൈസും ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ്. ഓക്കെ, അല്ല സോറി 30 സെക്കൻഡ്, സോറി മിനിറ്റ് അല്ല, 15 സെക്കൻഡ്, ഒരു 30-35 ഒക്കെ വരരുത്. അത് നമ്മള് ബിഗിനേഴ്സ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് കൊടുക്കും. ഒരു 15. ചെറിയ കുട്ടികളൊക്കെ ഇല്ലേ, 1ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഇല്ലേ, അപ്പൊ അവർക്ക് നമുക്ക് ഫ്രീ ഹാൻഡ് എക്സസൈസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിപ്പോ നമ്മളിപ്പോ ചെയ്യാൻ പറ്റുന്ന ചെറിയ എക്സസൈസ്, വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഏതൊരു കളിക്കാൻ പോകുമ്പോഴും നമ്മൾ എക്സസൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ സ്ട്രെച്ച് ചെയ്യും അല്ലെ. മസിൽസ്, ജോയിന്റ്സ് ഒക്കെ നമ്മൾ സ്ട്രെച്ച് ചെയ്യും. ഓക്കെ, അപ്പൊ ഞാൻ സ്ട്രെച്ചിങ് എക്സസൈസ് ആദ്യം കാണിക്കാം. നിങ്ങളൊന്ന് ഡെമോ അവിടെ ചെയ്യാൻ ശ്രമിക്കും കേട്ടോ. ട്രെയിനേഴ്സ് ആരായാലും ഞാൻ ചെയ്യുന്ന അനുസരിച്ച് ചെയ്യുക. ഓക്കെ, വീഡിയോ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റില്ല. ഓക്കെ, എല്ലാരും ഇപ്പില് കൈ വെച്ച് റെഡി. അപ്പൊ നമ്മൾ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യും. നമ്മൾ ഏതൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഫസ്റ്റ് നമ്മൾ ബോഡി സ്ട്രെച്ച് ചെയ്യും അല്ലെ, മസിൽസ് ഒക്കെ സ്ട്രെച്ച് ചെയ്യും. ഓക്കെ, അപ്പോ ജസ്റ്റ് കൈ ഇങ്ങനെ വെക്കുക. ഓക്കെ, എന്നിട്ട് ഇങ്ങോട്ട് നമ്മളെ ഹെഡ് ചെറുതായിട്ട് സ്ട്രെച്ച് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഇങ്ങോട്ട് വലിക്കട്ടോ, താഴോട്ട് ഇങ്ങനെ വലിച്ചു നോക്കിയാൽ ചിലപ്പോൾ നമ്മൾ ഈ ഏരിയ, നമ്മൾ ഈ ബോഡി ഇവിടെ സ്ട്രെച്ച് ആവുന്നതാണ് അല്ലെ, ഫീൽ ചെയ്യുന്നില്ലേ? ഓക്കെ, ദെൻ ഓപ്പോസിറ്റ് ചെയ്യാം. നമ്മൾ ഏത് സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ചെയ്യണം കേട്ടോ. ഏതൊരു മസിൽസ്, ഏതൊരു ബോഡി പാർട്ട് ഓപ്പോസിറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ വെച്ചിട്ട് കൈ കൊണ്ട് ജസ്റ്റ് താഴോട്ട് വലിച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ, കാണാവുന്നല്ലോ. ഓക്കെ, നേരെ നമ്മൾ ചിന്നിന്റെ കൈ വെക്കുക, ചിന്നിൽ കൈ വെക്കുക. ഓക്കെ, ചിന്നിൽ കൈ വെച്ചിട്ട് ബാക്കിലോട്ട് പുൾ ചെയ്യാം. ഓക്കെ, ഇനി നേരെ ഓപ്പോസിറ്റ് അല്ലേ, നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് എങ്ങനെ ചെയ്യാം, ഓപ്പോസിറ്റ് ഇങ്ങനെ അല്ലേ. 10 സെക്കൻഡ്. ഓക്കെ, 1 2 3 4 5 6 7 8 9 10. മനസ്സിലായല്ലോ? ഫസ്റ്റ് നമ്മള് സൈഡിലോട്ട് സ്ട്രെച്ച് ചെയ്യുന്നു, രണ്ടും ഓപ്പോസിറ്റ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ അതിനുശേഷം നമ്മള് ചിന്നിങ്ങനെ വെച്ചിട്ട് ബാക്കിലോട്ട് പുൾ ചെയ്യാം, ഓപ്പോസിറ്റ് ആയിട്ട് ഓപ്പോസിറ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ എല്ലാം ചെയ്തു കേട്ടോ. റീപ്പിൽ കൈ വെക്കല്ലേ, റീപ്പിൽ കൈ വെക്കുക. ഓക്കെ, ഞാൻ നിങ്ങളോട്ട് റൊട്ടേറ്റ് ചെയ്തേ രണ്ട് സൈഡിലോട്ടും, നെക്ക് റൊട്ടേഷൻ. സിമ്പിൾ ആയിട്ട്, സിമ്പിൾ മൂവ്മെന്റ്സ്. ഓക്കെ, ഇതൊരു 10 സെക്കൻഡ് 15 സെക്കൻഡ് കുട്ടിക്ക്. ഓക്കെ, ചെറുതായിട്ട് സിമ്പിൾ ആയിട്ട് ആണല്ലോ, തല നമ്മൾ അങ്ങനെ നിർത്തിയിരിക്കുന്നുള്ളൂ അല്ലേ. ഓക്കെ, അത് നമ്മളെ നെക്ക് ഇവിടൊക്കെ ഈ ഭാഗത്ത് നമ്മൾ സ്ട്രെച്ച് ചെയ്യണം ലൈറ്റ് ആയിട്ട്. ഓക്കെ, പിന്നെ നമ്മൾ ആദ്യം പോകുന്ന കൈ സ്ട്രെച്ചിങ് ചെയ്യണ്ടേ. എങ്ങനെ കൈ ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെക്കുക, ഇങ്ങോട്ട് എല്ലാം ഇങ്ങനെ പുള്ളി ചേർത്ത്. കൈ സ്ട്രൈറ്റ് ആയിരിക്കണം കേട്ടാ, ഈ കൈ ആയിരിക്കണം, റൈറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ഏരിയയിൽ സ്ട്രെച്ച് ഫീൽ ചെയ്യില്ലേ, ഇവിടെ നമ്മള് ഷോൾഡറിന്റെ അവിടെ കൈ എന്തായിരിക്കണം, സ്ട്രൈറ്റ് ആയിരിക്കണം കേട്ടാ. ബാക്കോട്ട് വെച്ചൊക്കെ ഫീൽ ചെയ്യുന്നില്ല ഇവിടെ സ്ട്രെച്ചിങ്. ഓക്കെ, 10 സെക്കൻഡ് അത് ചെയ്യാം. നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, 1 2. ഈ കൈ സ്ട്രൈറ്റ് ആയിരിക്കണം കേട്ടാ. നമ്മൾ കൈ സ്ട്രൈറ്റ്, ഈ കൈ വെച്ചിട്ട് ഇങ്ങനെ പുൾ ചെയ്യാം, ബാക്കോട്ട് ഇങ്ങനെ പുൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഈ പാട്ടില് സ്ട്രെച്ച് ചെയ്യണ ഫീൽ ചെയ്യണ്ടാവും അല്ലെ. ഓക്കെ, മനസ്സിലായില്ലേ? നമ്മൾ തല ചെയ്തു, കൈ ചെയ്തു അല്ലെ. കൈ ഒന്നും കൂടെ ഇങ്ങനെ പിടിച്ച കൈ ബാക്കിലോട്ട് കൊടുക്കും, കൈ ഇങ്ങനെ ബാക്കില് ഉണ്ടല്ല. എന്നിട്ട് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് വലിക്കും കേട്ടോ, ജസ്റ്റ് ഇങ്ങോട്ട് വലിച്ചു. ഓക്കെ, ഓക്കെ, ഫീൽ ചെയ്യില്ലേ സ്ട്രെച്ച് ചെയ്യണ ബോഡി. നമ്മൾ ഷോൾഡർ ജോയിന്റ്സ് ഒക്കെ മസിൽസ് സ്ട്രെച്ച് ആവും. ഒക്കെ ഓപ്പോസിറ്റ് ചെയ്യും, ഓപ്പോസിറ്റ്. റെഡി? ഓക്കെ, 3 നമ്മൾ ചെയ്തല്ലേ. ഇനി കൈ ഇങ്ങനെ ചെയ്തേ, കൈ നേരെ വെച്ചിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പുള്ള് ചെയ്യാം, ഇങ്ങോട്ട്
കേട്ടാ. കാണുന്നില്ലേ? ഓക്കെ, റൈറ്റ് ആയിരിക്കും കേട്ടാ. ഓപ്പോസിറ്റ് ചെയ്യാം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, എല്ലാ സ്ട്രെച്ചിങ് എക്സസൈസും നമ്മുടെ കയ്യില് 10 സെക്കൻഡ് അല്ലെങ്കിൽ 15 സെക്കൻഡ് കേട്ടോ. സ്ട്രെച്ചിങ് എക്സസൈസ് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ, ഫുട്ബോൾ, ക്രിക്കറ്റ്, മറ്റ് ഏത് ഗെയിം ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മസിൽസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കണം. അതില് സ്ട്രെച്ചിങ് എക്സസൈസ് എന്ന് പറയും. ഓക്കെ, സ്ട്രെച്ചിങ് എക്സസൈസ്. അത് കഴിഞ്ഞാല് വാമപ്പ് ഉണ്ട്. സ്ട്രെച്ചിങ് ഒന്നുകൂടെ ചെയ്യാം. നിങ്ങൾ കാല് രണ്ട് അടിക്കല്, നേരെ സ്ട്രൈറ്റ് നിൽക്കുക, ടെൻഷൻ നിൽക്കില്ലേ. ദെൻ ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്യുക. ബെൻഡ് ചെയ്തിട്ട് നമ്മളെ നീ മുട്ടിന്റെ അവിടെ പിടിക്കുക. താഴോട്ട് മാക്സിമം താഴോട്ട് പോയി നോക്കാം. പോകുന്നിടത്തോളം ഒരു മുട്ടിന് നമ്മളെ കുറച്ച് പോകുന്നുണ്ട്. കാല് സ്ട്രൈറ്റ് ആയിരിക്കണം, കാല് ബെൻഡ് ആവരുത് കേട്ടോ. രണ്ട് ലെഗ്സും സ്ട്രൈറ്റ് ആയിരിക്കണം. ജസ്റ്റ് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ താഴോട്ട് പോവാ. മുട്ടിന്റെ അവിടെ തല മുട്ടിക്കാതെ നോക്കുക. പറ്റുന്നിടത്തോളം പോവാ. ഓക്കെ, അപ്പൊ നമ്മളെ ലെഗ്സ് ഈ പാർട്ട് അല്ലേ, നമ്മളെ കാഫ് മസിൽസും ടൈ മസിൽസും ഒക്കെ സ്ട്രെച്ച് ആവണ കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്തു. ഇതൊക്കെ ഒന്ന് മനസ്സിലായ പിള്ളേർക്ക്. അപ്പൊ നമ്മളെ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുമ്പോൾ അടുത്ത ക്ലാസ്സിലൊക്കെ ഇതുപോലെ ഫസ്റ്റ് നമ്മൾ കുറച്ച് സമയം ബോഡി ജോയിന്റ്സും മസിൽസ് ഒക്കെ സ്ട്രെച്ച് ചെയ്യണം. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യണം? വാമപ്പ് ചെയ്യണം അല്ലേ? ഏതൊരു ആക്ടിവിറ്റി നമ്മൾ വാമപ്പ് ചെയ്യണം. അപ്പൊ വാമപ്പ് ചെയ്യാം. ഞാൻ ചെയ്യണ വെച്ചാൽ കൈ റൊട്ടേറ്റ് ചെയ്യാം. Then back load, opposite. First ഇങ്ങനെ ചെയ്തു, ഫുൾ സ്ട്രെച്ച് ആയിരിക്കും കേട്ടാ, സ്പേസ് ഇല്ല, കണ്ടില്ലേ? ഓക്കെ, then ready, change കേട്ടോ. കൈ സ്ട്രെച്ച് ആയിരിക്കും കേട്ടോ. കൈ മേലോട്ട് സിമ്പിൾ ആയിട്ട് കേട്ടോ. ഓക്കെ, സ്ട്രൈറ്റ് കേട്ടോ. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, then just ഒന്ന് ജമ്പ് ചെയ്യാം. സ്പോട്ട് ജമ്പ് ചെയ്ത് സ്പോട്ട് ജമ്പ് ജസ്റ്റ് ജമ്പ് കേട്ടാ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഫസ്റ്റ് സ്ട്രെച്ചിങ് ചെയ്തു, ജസ്റ്റ് വാമപ്പ് എക്സസൈസ് ചെയ്തു അല്ലേ? എക്സസൈസ് മനസ്സിലായില്ലേ? വാമപ്പ് ജസ്റ്റ് ജമ്പ് ചെയ്യാം. നമ്മൾ പുറത്താണെങ്കിൽ നമ്മൾ സ്പേസ് ഉണ്ടെങ്കിൽ കുറെ വാമപ്പ് ഉണ്ട്, വേരിയേഷൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ വീട്ടിലിരിക്കുമ്പോ എന്താവും? ചെറിയ സ്പേസ് ഉള്ളത്, നമുക്ക് അതിന്റെ രീതിയിൽ ഹയർ എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ചെറിയ റൊട്ടേഷൻ, കൈ റൊട്ടേഷൻ, ജസ്റ്റ് ജമ്പിങ് ഒക്കെ ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് എക്സസൈസ് ചെയ്യാം. ഓക്കെ, എക്സസൈസ് എന്ന് പറയുന്നത് ഒരുപാട് എക്സസൈസ് കാര്യങ്ങളുണ്ട്. നമ്മൾ എന്ത് എക്സസൈസ് ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞ നേരത്തെ നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ എന്ത് ചെയ്യും? ഒരു 15 സെക്കൻഡ് ഒക്കെ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ? നിങ്ങൾ ബിഗിനേഴ്സ് ആണ് എല്ലാവരും. ഫിറ്റ്നസ് ലെവലൊക്കെ എല്ലാവർക്കും കുറവാണ് അല്ലേ? എല്ലാവരും ഫിറ്റ് ഒന്നുമല്ല, വീട്ടിലിരിക്കില്ല, കുറെ കാലമില്ലേ? അതുകൊണ്ട് നമ്മള് ബിഗിനേഴ്സ് ആകുമ്പോൾ 15 സെക്കൻഡ് 10 സെക്കൻഡ് ഒക്കെ കൊടുക്കുള്ളൂ. നമുക്ക് 15 സെക്കൻഡ് ചെയ്യാം കേട്ടാ. ഏതൊരു 15 കൗണ്ട് ചെയ്താൽ 1 2 3 4 5 6 കൗണ്ട് ചെയ്യാം. 15. ഓക്കെ, റെഡി അല്ലേ? ഫസ്റ്റ് എക്സസൈസ് ചെയ്യാം. എല്ലാ എക്സസൈസും വാച്ച് ചെയ്യണം. ഓക്കെ, ഏതൊക്കെ ചെയ്തെന്ന് വാച്ച് ചെയ്യണം. പിന്നെ മനസ്സിലാവണം. നമുക്ക് നിങ്ങൾ മറ്റു കുട്ടികളെ ട്രെയിൻ ചെയ്യാനുള്ളതല്ലേ, അപ്പൊ ഒന്ന് വാച്ച് ചെയ്യണം. ജസ്റ്റ് എഴുതി വെച്ചോളൂ, വേണമെങ്കിൽ നോട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് സ്പോർട്ട് റണ്ണിങ് ചെയ്യാം. അല്ലേ, റെഡി അല്ല എല്ലാവരും? കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്നെ അല്ലേ? കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? പറ്റുന്നുണ്ട്. ഫസ്റ്റ് എക്സസൈസ് നമുക്ക് 15 സെക്കൻഡ് ചെയ്യാം. 15 സെക്കൻഡ്. ഓക്കെ, റെഡി? ഏത് എക്സസൈസ് ആണ് ഫസ്റ്റ് എക്സസൈസ്? സ്പോട്ട് റണ്ണിങ്. ഓക്കെ, ഓൺ സ്പോട്ടിൽ നമ്മൾ റൺ ചെയ്യുന്നു. ഓക്കെ, റെഡി സ്റ്റാർട്ട്. ഓൺ സ്പോട്ട് റണ്ണിങ്. നമ്മൾ സാധാ പുറത്ത് ഓടുന്ന പോലെ തന്നെ നമ്മൾ സ്പോട്ടിൽ റൺ ചെയ്യാം അല്ലെ? റൺ ചെയ്യാം. 3 4 5 6 7 8 9 10 11 12 13 14 15. ഓക്കെ, സ്റ്റോപ്പ്. മനസ്സിലായോ? ഓൺ സ്പോട്ടിൽ റണ്ണിങ് അല്ലേ? നമ്മള്
ഹാൻഡ്സിന്റെ മൂവ്മെന്റ്സ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം കേട്ടാ. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോ ബോട്ടിലിട്ടാ ഇതുണ്ടാ സിമ്പിൾ ആയിട്ട് സ്പോട്ട് റണ്ണിങ് എത്ര സെക്കൻഡ് ചെയ്തു? 15 സെക്കൻഡ്. ഓക്കെ, മെയിൻലി നമുക്ക് 20 സെക്കൻഡ് ആക്കാം. ഫസ്റ്റ് ഡേ ഒക്കെ ആകുമ്പോൾ ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഡേ ബൈ ഡേ സെക്കൻഡ്സ് ഇൻക്രീസ് ചെയ്യാം. 30 സെക്കൻഡ് 45 സെക്കൻഡ്സ് ഒക്കെ ചെയ്യും. ഓക്കെ, റെഡി? അപ്പോ 15 സെക്കൻഡ് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് എക്സസൈസ് ഉണ്ടല്ലേ. നെക്സ്റ്റ് വൺ ചെയ്യും. ഓക്കെ, ബാക്ക് ടേൺ. ഓക്കെ, ജസ്റ്റ് നേരെ നിൽക്കുക. ഓക്കെ, കൈ ഇങ്ങനെ കൊണ്ടുപോവാ. കൈ സ്ട്രൈറ്റ് വെച്ച്. ഓക്കെ, then opposite. Ready? Continue. കൈ സ്ട്രൈറ്റ് ആയിരിക്കും കേട്ടോ. ബാക്ക് ടേൺ ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്യാം. ഓക്കെ, കൈ നേരെ കൊണ്ടുപോവാ. ഓക്കെ, ഇങ്ങനെ കൈ പോകണുണ്ടോ? ജസ്റ്റ് ടേൺ ചെയ്യാം. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12. Kೈ straight. Okay, stop. ഏതാണ്ടോ കൈ നമ്മൾ നേരെ ആക്കുന്നുണ്ട്. ഓക്കെ, ഓപ്പോസിറ്റ് കൈ ഈ ലെവലിലോട്ട് പോകരുത് കേട്ടോ. താഴെ കൈ പോകുന്നുണ്ടോ? റെഡി? യെസ്. ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത്. ഓക്കെ, ബോഡി ഫുൾ ടേൺ ചെയ്യണ്ട, ജസ്റ്റ് ടേൺ ചെയ്യാം. കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ചെയ്യുമ്പോൾ. എങ്ങനെയും 1 2 3 4 അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ഓക്കെ, സെക്കൻഡ് എക്സസൈസ് ആയിട്ട് ബാക്ക് ടേൺ. ഓക്കെ, ഇത് 15 സെക്കൻഡ് 20 സെക്കൻഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ചെയ്യാം. തേർഡ് എക്സസൈസ് ചെയ്യാം. ഓക്കെ, റെഡിയാണോ? ഷോൾഡർ വിഡ്ത്തിൽ നിൽക്കല്ലേ. ഓക്കെ, നെക്സ്റ്റ് വൺ ജമ്പിങ് ജാക്സ് ആണ്. ജാക്സ് ജമ്പ് ചെയ്യണം. കാണിച്ചു ഫസ്റ്റ് ഡബിൾ ചെയ്യും. ഓക്കെ, വെയിറ്റ് ഞാൻ കൗണ്ട് ചെയ്തത്. ഓക്കെ, വെയിറ്റ്. ഓക്കെ, മനസ്സിലായല്ലോ? ഷോൾഡർ വിഡ്ത്തിൽ നിൽക്കുക, കൈ നിൽക്കുക. റെഡി? സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. Relax. Stop. ഇതിൽ നമ്മൾ 3 എക്സസൈസ് ചെയ്യില്ലേ? 3 എക്സസൈസ്. ഓരോ എക്സസൈസ് കഴിയുമ്പോൾ ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡ്സ് റെസ്റ്റ് കൊടുക്കണം കേട്ടാ. അതായത് നമ്മൾ 15 സെക്കൻഡ് ചെയ്യും. നെക്സ്റ്റ് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഗ്യാപ്പ് 15 സെക്കൻഡ് റെസ്റ്റ് കൊടുക്കണം അല്ലേ? കണ്ടിന്യൂസ് ചെയ്താൽ നമ്മൾ ബോഡി നല്ല ടയർഡ് ആവും. അത് ഓവർ ട്രെയിനിങ് ആവും, ഓവർലോഡ് ആവും. അപ്പൊ നമ്മൾ ഫസ്റ്റ് എക്സസൈസ് കഴിയുമ്പോഴും ഒരു 15 സെക്കൻഡ് 10 സെക്കൻഡ് റെസ്റ്റ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം അടുത്ത എക്സസൈസിലേക്ക് പോവാം. റെഡി? അപ്പൊ ഏതൊക്കെ നമ്മൾ ചെയ്ത് 3 എക്സസൈസ് ചെയ്തില്ല? ഏതൊക്കെയാണ്? ഫസ്റ്റ് സ്പോട്ട് റണ്ണിങ് ചെയ്തു അല്ലേ? ചെയ്തില്ല? പിന്നെ ഏതാ? ജമ്പിങ് ജാക്സ് ഇപ്പൊ ചെയ്തേ. പിന്നെ സൈഡ് മൂവ്മെന്റ് അല്ലേ? കൈ ഇങ്ങനെ പോയിട്ട് ചെയ്തില്ലേ? അപ്പൊ ഫസ്റ്റ് എക്സസൈസ് 15 സെക്കൻഡ് ചെയ്തു. അതിന് ശേഷം 15 സെക്കൻഡ് റെസ്റ്റ് ചെയ്യുക. എന്നിട്ട് എക്സസൈസിലോട്ട് പോവാ. അത് 15 സെക്കൻഡ് ചെയ്യുക. അതിലൊരു 10 സെക്കൻഡോ 15 സെക്കൻഡോ റെസ്റ്റ് എടുക്കുക. നെക്സ്റ്റ് പോവാ. നമ്മൾ എക്സസൈസ് എല്ലാ എക്സസൈസും ചെയ്യുന്ന നമ്മളെ ഒരു സെറ്റ് ആണ്. ഒരു റിപ്പീറ്റേഷൻ. ഒരു 3 എക്സസൈസ് ഒരു സെറ്റ് എക്സസൈസ് ആണ്. ഓക്കെ, അത് റിപ്പീറ്റേഷൻ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല 15 സെക്കൻഡ് ചെയ്യും, 20 സെക്കൻഡ് ചെയ്യും. അത് അക്കോർഡിംഗ് ടു അവർ ഫിറ്റ്നസ് ലെവൽ അനുസരിച്ചാണ് അല്ലേ? അപ്പൊ നമ്മൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് ഒരു 15 റിപ്പീറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് ഒരു സെറ്റ് ആവും. ഇപ്പൊ ഒരു സെറ്റ് എക്സസൈസ് നമ്മൾ ചെയ്തു വിചാരിക്കുക. ഏതൊക്കെ? ഫസ്റ്റ് സ്പോട്ട് റണ്ണിങ്, ബാക്ക് ടേൺ, ജമ്പിങ് ജാക്സ്. ഒന്നും കൂടി ചെയ്യാതില്ലേ? സൈഡ് ബെൻഡ് ഒന്നും കൂടെ. റെഡി അല്ലേ? നാലാമത്തെ എക്സസൈസ്. റെഡി? One, side bend. Okay, ready? 2, 3, continue here. 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. Okay, relax. Okay. റെഡി? മനസ്സിലായില്ലേ? ഓക്കെ, 4 എക്സസൈസ് ചെയ്തു അല്ലേ നമ്മള്?
ഏതൊക്കെ ചെയ്തു? സ്പോട്ട് റണ്ണിങ്, പിന്നെ ബാക്ക് ടേൺ ചെയ്തു അല്ലേ, പിന്നെ ജമ്പിങ് ജാക്സ് എന്ന് പറഞ്ഞ സൈഡ് വേർഡ്, ലാസ്റ്റ് ഇപ്പൊ ചെയ്ത സൈഡ് ബെൻഡ്. ഓക്കെ, 15 സെക്കൻഡ്. 4 മനസ്സിലായല്ലോ പിള്ളേർക്ക്? മനസ്സിലായോ? നോട്ട് ചെയ്യണം കേട്ടോ എക്സസൈസിന്റെ പേരും കാര്യങ്ങളും. നിങ്ങൾക്ക് കുട്ടികൾക്ക് റെഡിയല്ലേ? റെസ്റ്റ് ആയില്ലേ? 20 സെക്കൻഡ് റെസ്റ്റ് ആയില്ലേ? ഓക്കെ, നെക്സ്റ്റ് ആയില്ലേ? റെഡിയാണോ? റെഡിയല്ലേ? ഓക്കെ, നെക്സ്റ്റ് ആണ് സ്ക്വാട്ട് എക്സസൈസ്. സ്ക്വാട്ട് എക്സസൈസ് റെഡി? ഷോൾഡർ വിഡ്ത്തിൽ നിൽക്കുക. ഓക്കെ, നമ്മളിങ്ങനെ സാധാ സ്റ്റഡി അറ്റൻഷൻ നിൽക്കൂലേ? അറ്റൻഷൻ നിൽക്കണ പോലെ നിൽക്കുക. കൈ മുന്നോട്ട് വെക്കുക. ഇങ്ങനെയൊക്കെ കൈ നേരെ ഷോൾഡറിലേക്ക്. റെഡി? ബെൻഡ് ചെയ്യാം. പോവാ സ്ക്വാട്ട്. ബാക്ക് ടു പോയി പോട്ടെ. സ്ക്വാട്ട് എക്സ് 2 3 4 5 6 7 8 9 10 11 12 13 14 15. റിലാക്സ് റിലാക്സ്. ഓക്കെ, സ്ക്വാട്ട് എക്സസൈസ് ചെയ്തല്ലേ നമ്മള് അങ്ങനെ വെക്കുക. എക്സസൈസ് നമ്മൾ ബോഡി സ്ട്രൈറ്റ് ആയിരിക്കണം കേട്ടാ. ബോഡി സ്ട്രൈറ്റ് ആയിരിക്കണം, നേരെ നോക്കി ഇങ്ങനെ ചെയ്യുന്നുട്ടാ. എക്സസൈസ് നമ്മൾ ബോഡി ഫുൾ സ്ട്രൈറ്റ്. ഞാൻ ചെയ്യുന്നുണ്ടാ കേട്ടോ. ഫുൾ സ്ക്വാട്ട് പോട്ടാ. വരിക പോവാ. സ്ക്വാട്ട് എക്സസൈസ് അല്ലേ നമ്മൾ സ്ക്വാട്ട്. ഓക്കെ, റിലാക്സ് ചെയ്യുക. ഓക്കെ, 15 സെക്കൻഡ് റിലാക്സ്, റെസ്റ്റ് കൊടുക്കുക. ആഫ്റ്റർ ദാറ്റ് ready. Ready, next exercise, ready. Okay. 20 second rest. Okay. Next exercise ചെയ്യാ. നിങ്ങൾ നിൽക്കുക. Okay. Go. ഉണ്ടോ? Opposite leg hand with. 1 2 3 4. കാല് കുറച്ച് പൊങ്ങട്ടെ കേട്ടോ. ഇങ്ങനെ നമ്മളെ ഹിപ്പ് ലെവലിൽ കേട്ടോ. ഹിപ്പ് ലെവലിൽ കാല് പോകണം. റെഡി? റെഡിയാണോ? വെയിറ്റ്. റെഡി എന്ന് ചെയ്യട്ടോ. 1 ready start. 2 3 4 5 6 7 8 9 10 11 12 13 14 15. Okay. Elbow on the alternative. മനസ്സിലായോ? സിമ്പിൾ ആണ്. സ്പോട്ടിൽ നിൽക്കുക. ഓക്കെ, 1 കണ്ടിന്യൂസ് ചെയ്യണം കേട്ടോ. ചെയ്യുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. ഓക്കെ, ബോഡി ടേൺ ചെയ്യണ്ട, ബോഡി ടേൺ ചെയ്യണ്ട, നമ്മളെ കൈയും കാലും മാത്രം ടേൺ ചെയ്യുക. ഓക്കെ, ശ്രമിക്കുക. റെഡി? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഓക്കെ, നമ്മൾ ഏത് എക്സസൈസ് പഠിച്ചു? 6 എക്സസൈസ് ചെയ്തില്ലേ? 6 ചെയ്തു അല്ലേ? ഫസ്റ്റ് സ്പോട്ട് റണ്ണിങ് ചെയ്തു അല്ലേ? 15 സെക്കൻഡ് സ്പോട്ട് റണ്ണിങ്, പിന്നെ ബാക്ക് ടേൺ. ഓക്കെ, ബാക്ക് ടേൺ ചെയ്തു. ബാക്ക് ടേൺ ചെറുതായിട്ട് മനസ്സിലായില്ലേ? പിന്നെ ജമ്പിങ് ജാക്സ് ചെയ്തു അല്ലേ? എക്സസൈസ് മറക്കരുത് കേട്ടോ. ജമ്പിങ് ജാക്സ് മനസ്സിലായില്ലേ? ഇത് കേട്ടോ. അത് 15 സെക്കൻഡ് ചെയ്യുക. 15 സെക്കൻഡ് റെസ്റ്റ് കൊടുക്കുക. പിന്നെ നമ്മള് നാലാമത്തെ എക്സസൈസ് ഏതായിരുന്നു? സ്ക്വാട്ട് എക്സസൈസ് അല്ലേ? സ്ക്വാട്ട് ചെയ്തു അല്ലേ? പിന്നെ ഏതാ ചെയ്തേ? ലാസ്റ്റ് വൺ ഇപ്പൊ ചെയ്ത എക്സസൈസ് അല്ലേ? ആൾട്ടർനേറ്റീവ് ലെഗ് ആൻഡ് എൽബോ വരുന്ന, കൈ വരുന്ന അല്ലേ? റെഡി? ഈ 6 എക്സസൈസ് വിചാരിക്കുന്നു അല്ലേ? അപ്പൊ എല്ലാ എക്സസൈസും നമ്മൾ ചെയ്യുമ്പോൾ എത്ര കൊടുക്കണം? 15. ഞാൻ പറഞ്ഞല്ലോ 15 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡ്. അതിന്റെ ഓരോ എക്സസൈസ് കഴിയുമ്പോൾ നമ്മൾ റെസ്റ്റ് കൊടുക്കണം കേട്ടോ. 15 20 സെക്കൻഡ്സ്. റെഡി? എക്സസൈസ് റെഡി അല്ലേ? റെഡി? മനസ്സിലായോ? ജസ്റ്റ് ജമ്പ് ചെയ്യുക കേട്ടോ. അങ്ങനെ നിൽക്കുക. റെഡി? നമ്മൾ സാധാരണ അറ്റൻഷൻ നിൽക്കുന്ന പൊസിഷനിൽ നിൽക്കുക. ഓക്കെ, then jump here.
One spot, jump, jump. കാല് ഒരുമിച്ച് ലാൻഡ് ചെയ്യണം കേട്ടാ. ജസ്റ്റ് ബെൻഡ് ചെയ്യാം. വെയിറ്റ്. ഞാൻ ചെയ്യണോ കേട്ടാ. ജസ്റ്റ് ബോഡി ബെൻഡ് ചെയ്യാം കേട്ടോ. നീ ബെൻഡ് ചെയ്തിട്ട് കണ്ടോ, കണ്ടോ, then just jump. Side work. Okay, just right. Do it. ചെയ്തേ, എല്ലാവരും ചെയ്തേ. രണ്ട് കാല് ഒരുമിച്ചിട്ടാ ലാൻഡ് ചെയ്യുമ്പോ. ഞാൻ ചെയ്യാൻ. ഓക്കെ, എന്താ ലാൻഡിങ് കറക്റ്റ്. രണ്ട് കാലം ഒരുമിച്ച് ലാൻഡിങ് എന്താ. റെഡി ഉണ്ടോ. ജസ്റ്റ് ബെൻഡ് ആൻഡ് ബോഡി. യെസ്, ജോബ്. യെസ്, റെഡി. കിട്ടിയോ? മനസ്സിലായോ? ഓക്കെ, ജസ്റ്റ് സൈഡ് ജംപ്സ്. ഓക്കെ, ജസ്റ്റ് വൺ സ്റ്റെപ്പ്. ഒരു സ്റ്റെപ്പ് ഞാൻ ജമ്പ് ചെയ്യണം. ഞാൻ കണ്ടതോ നിൽക്കുക. ജസ്റ്റ് ഒന്ന് നീ ബെൻഡ് ചെയ്യുക. ഓക്കെ, ജംപ്. ജമ്പ് ചെയ്യുമ്പോൾ നമ്മൾ ലാൻഡ് ചെയ്യുമ്പോൾ രണ്ട് കാലും ഒരുമിച്ച് ലാൻഡ് ചെയ്യും കേട്ടോ. ഒരേ കാലം ഇങ്ങനെ ലാൻഡ് ചെയ്യുമ്പോൾ ഒരു എഫക്റ്റീവ് ആവില്ല കേട്ടാ. ഓക്കെ, ഇതൊരു 15 സെക്കൻഡ് ചെയ്യുക. 15 സെക്കൻഡ് റെസ്റ്റ് കൊടുക്കുക. ഓക്കെ, റെഡി? ഒന്നുകൂടി ചെയ്ത് നോക്കാം. ഒന്നുകൂടി പഠിക്കട്ടാ. ഈ ജമ്പ്. ഓക്കെ, ജസ്റ്റ് നിൽക്കുക. റെഡി? കൈ വേണമെങ്കിൽ മുന്നോട്ട് വെച്ചോളൂ, ഒരു സപ്പോർട്ടിങ്. jump. Ready. Yes. Do it. Come on. Yes. Jump. Continue. Okay. Relax. ഫീൽ ചെയ്യുന്നുണ്ടോ? ബോഡി വാം ആവുന്നുണ്ടോ? ടെമ്പറേച്ചർ കൂടുന്നുണ്ടോ? എക്സസൈസ് ഫീൽ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ടോ അല്ലേ? നമ്മൾ ചെറുതായിട്ടോ വേർത്തുണ്ടോ? ബോഡി ടെമ്പറേച്ചർ കൂടിയാ? വേർത്താ? ഇത് നമ്മൾ കറക്റ്റ് അതേ പൊസിഷനിൽ ചെയ്താൽ നമ്മൾ ബോഡി പെട്ടെന്ന് വാം ആവും. നമ്മള് എല്ലാ ബോഡി പാർട്സും എന്താവും? നല്ല ആക്റ്റീവ് ആയിട്ട് പ്രവർത്തിക്കും. എന്തിനാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്? നമ്മളെ ഫിറ്റ്നസ് ലെവൽ അല്ലേ? ഫിറ്റ് ആവാൻ. ബോഡി ഫിറ്റ് ആവാൻ. ബോഡി ഫിറ്റ് ആവും. എന്താ പിന്നെ വേറെ എന്തൊക്കെ ഗുണങ്ങളുണ്ട്? ഒരുപാട് ഗുണമുണ്ട് അല്ലേ? ഫിറ്റ്നസ് ലെവൽ കൂടും. മെന്റലി നമ്മൾ ഫിറ്റ് ആവും. ഫിസിക്കലി, ഇമോഷണലി നമ്മൾ എക്സസൈസ് ഫിറ്റ് ആവും അല്ലേ? 100% എക്സസൈസ് ഒന്നും ചെയ്താൽ എന്നും 2 മണിക്കൂറൊക്കെ എക്സസൈസ് ചെയ്യുക. ചെറുതായിട്ട് വീട്ടിലൊക്കെ ചെയ്താല് നമ്മള് 100% ഫിറ്റ് ആവും. നമ്മൾ ഇമോഷണലി ഫിറ്റ് ആവും, മെന്റലി ഫിറ്റ് ആവും. അപ്പൊ എന്താവും? നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. നമുക്ക് എല്ലാ ഡെയിലി ആക്ടിവിറ്റിയും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? നമുക്ക് എവിടെ നോക്കിയാലും നമുക്ക് ചെറിയ എക്സസൈസ് വീട്ടിലും ചെയ്യാൻ പറ്റിയ എക്സസൈസ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും, യൂട്യൂബിൽ കിട്ടും, വേറെ ഒരുപാട് സോഴ്സ് നമുക്ക് കിട്ടാൻ പറ്റും. അതൊക്കെ ജസ്റ്റ് വാച്ച് ചെയ്യുക. സിമ്പിൾ എക്സസൈസ് തിരഞ്ഞെടുക്കുക. നമ്മള് എന്ത് ആക്ടിവിറ്റിയും ചെയ്തിരിക്കുക വീട്ടിലൊക്കെ. അപ്പൊ നമ്മൾ എത്ര എക്സസൈസ് ചെയ്തു? ഇപ്പം 6 ചെയ്തു അല്ലേ? 6 അല്ലല്ലോ, 2, 4, 6, 7 ചെയ്തു അല്ലേ? 7 ചെയ്തില്ലേ? ഫസ്റ്റ് തന്നെ സ്പോട്ട് റണ്ണിങ് ചെയ്തു അല്ലേ? നിന്നിട്ട് റൺ ചെയ്യണേ. സെക്കൻഡ് വൺ ബാക്ക് ജസ്റ്റ് കൈ നമ്മൾ സ്ട്രൈറ്റ് ചെയ്ത് ടേൺ ചെയ്തു അല്ലേ? തേർഡ് വൺ ജമ്പിങ് ജാക്സ് അല്ലേ? നമ്മൾ ജമ്പ് ചെയ്തിട്ട്. ഓക്കെ, ദെൻ സൈഡ് ബെൻഡ് നമ്മളിങ്ങനെ ഇത് ചെയ്തു അല്ലേ? 4ാമത്തെ എക്സസൈസ് സൈഡ് ബെൻഡ്. പിന്നെ എന്താ ചെയ്ത? 5ാമത്തെ സ്ക്വാട്ട് എക്സസൈസ് അല്ലേ? നമ്മൾ ലെഗിന് കപ്പാസിറ്റി, നമ്മള് ലെഗ്സിന്റെ മസിൽസ് ഒക്കെ സ്ട്രെങ്തൻ ചെയ്യാവുന്നത് സ്ക്വാട്ട് എക്സസൈസ്. ഓക്കെ, പിന്നെ ആഫ്റ്റർ ചെയ്തേ അല്ലേ? 6ാമത്തെ അല്ലേ? 6. ഓക്കെ, then 7th jump അല്ലേ? Side jumps. ഓക്കെ, side jumps. ഓക്കെ, next one. റെഡി അല്ല? അപ്പൊ കുട്ടികളെ നമ്മൾ പറഞ്ഞു, കുട്ടികൾക്ക് ചെയ്യാൻ കൊടുക്കുമ്പോൾ ഫസ്റ്റ് 3 എക്സസൈസ് ആദ്യം ചെയ്യുക. ഒരു സെറ്റ് 3 എക്സസൈസ് ഒരു സെറ്റ് ആക്കുക. മനസ്സിലായോ?
അപ്പോൾ നമ്മൾ റണ്ണിങ് സ്പോട്ട് റണ്ണിങ്ങിൽ ഒന്ന് ബാക്ക് ടേൺ ജമ്പിങ് ജാക്സ് അതൊരു സെറ്റ് ആക്കുക. ഓക്കെ, 15 സെക്കൻഡ് 3 എക്സസൈസ് ഒരു സെറ്റ് ആക്കുക. ആ ഒരു സെറ്റ് കഴിഞ്ഞതിന് ശേഷം 1 മിനിറ്റോ 2 മിനിറ്റോ റെസ്റ്റ് കൊടുക്കുക. ഓക്കെ, 1 മിനിറ്റോ 2 മിനിറ്റോ എല്ലാവർക്കും റെസ്റ്റ് കൊടുക്കുക. അതിന് ശേഷം വീണ്ടും വേണമെങ്കിൽ നമുക്ക് ഈ എക്സസൈസിനെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പൊ രണ്ടാമത്തെ സെറ്റ് ആവും. ഫസ്റ്റ് ഒരു സെറ്റ് ചെയ്തില്ല 3 എക്സസൈസ് ഒരു സെറ്റ് ആക്കുക. വേണമെങ്കിൽ ഈ എക്സസൈസിന് വീണ്ടും രണ്ടാമത്തെ സെറ്റിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. റെസ്റ്റ് ഒരു സെറ്റ് കഴിയുമ്പോൾ നമ്മൾ 1 മിനിറ്റ് 2 മിനിറ്റോ റെസ്റ്റ് കൊടുക്കണം കേട്ടാ. അപ്പൊ നമ്മൾ 7 എക്സസൈസ് ചെയ്തില്ല, ഒന്നും കൂടി ചെയ്യാം. റെഡി? 8ാമത്തെ എക്സസൈസ് ഞാൻ പറയാം. റെഡി? അത് നമ്മൾ സ്ക്വാട്ട് ചെയ്ത് തന്നെയാണ്. സ്റ്റോയിൽ നമ്മൾ നിൽക്കുന്നുള്ളൂ. റെഡി? നിങ്ങൾ നിൽക്കുക. റെഡി? ബെൻഡ് ചെയ്യുക, പൊങ്ങ, ടോല് നിൽക്കുക, ടോല് കേട്ടോ. Then relax. Then again fall. Ready? Go. ടോല് നമ്മൾ നിൽക്കണ്ടാ. ഞാൻ നിൽക്കുന്നുണ്ടാ, കാണുന്നുണ്ടോ? റെഡി? സ്ക്വാട്ട് ചെയ്യാം. ഓക്കെ, ടോല് നിൽക്കുക. റെഡി? Then normal position. Then crawl. Do it. ചെയ്ത സ്ക്വാട്ട് ചെയ്യാം. കണ്ടിന്യൂ. സ്ക്വാട്ട് കുറച്ച് പോവാ. ഈ ലെവലിൽ സ്ക്വാട്ട് ചെയ്യണം കേട്ടോ. നല്ല എഫക്റ്റീവ് ആവുള്ളൂ നമ്മൾ ലെഗ് മസിൽസ്. റെഡി? റെഡി? നോർമൽ ഇതാ സ്ക്വാട്ട് ചെയ്ത് പോകുന്നു, നമ്മൾ ടോയിൽ നിൽക്കുന്നു. Then again next ടോയിൽ നിൽക്കുക. റെഡി? ഓക്കെ, ഡു ഇറ്റ്. ടോയിൽ നിൽക്കുക. നിൽക്കുമ്പോൾ സ്ലോലി വന്നാൽ മതി. ഈസി. ഓക്കെ, റെഡി? കേട്ടോ, നമ്മൾ പോകുന്നു. റെഡി? നോർമൽ പൊസിഷൻ. again ടോ മസിൽസ്. ഓക്കെ, റിലാക്സ്. Relax 10 seconds. Okay, 20 seconds. Relax. അപ്പൊ 8 എക്സസൈസ് ചെയ്യാൻ പറ്റില്ലേ? 8ാമത്തെ അപ്പൊ ചെയ്തേ. റെഡി അല്ലേ? ചെയ്യാം. പ്ലാങ്ക് എക്സസൈസ് ചെയ്യാം നമുക്ക്. റെഡി? ചെയ്തേ, കയ്യിലിക്ക. പ്ലാങ്ക് എക്സസൈസ് ജസ്റ്റ് ഹോൾഡ് ചെയ്യാ. ക്യാമറ കാണുന്നുണ്ടോ? റെഡി? 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. നമുക്ക് കാല് സ്ട്രൈറ്റ് ആയിരിക്കണം, കാല് 2 സ്ട്രൈറ്റ് ആയിരിക്കണം. ബാക്കിൽ ബോഡി ഫുൾ സ്ട്രൈറ്റ് ആയിരിക്കണം. ഞാൻ നിൽക്കണ റെഡി? 15 സെക്കൻഡ്. 1 റെഡി? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. Okay, relax. എഫക്റ്റീവ് ആണോ? നല്ല സുഖമുണ്ടാ? ഐഡിയ. ഓക്കെ. ഒരു പറ്റുള്ള 10 സെക്കൻഡ് ചെയ്യട്ടാ. സ്റ്റാർട്ടിങ് ആകുമ്പോൾ നമുക്ക് എഫക്റ്റീവ് ബോഡി പെയിൻ ഒക്കെ വരും. ജസ്റ്റ് പറ്റുള്ള 10 സെക്കൻഡ് ചെയ്യാ, റിലാക്സ് ചെയ്യാം. ഓക്കെ, 10 സെക്കൻഡ് റിലാക്സ് ചെയ്യാം. റെഡി? ഒന്നുകൂടി ചെയ്യാം. ഒരു 10 സെക്കൻഡ് കൂടെ. ബോഡി നമ്മൾ ചെയ്യുമ്പോൾ ബോഡി സ്ട്രൈറ്റ് ആയിരിക്കും. നമ്മൾ ഞാൻ കൈ വെക്കുന്നുണ്ടോ? ഷോൾഡർ വിടത്തില്ല കേട്ടാ. റെഡി? ഹോൾഡ് ചെയ്ത് പുഷ് വാ. എല്ലാവരും വന്നോ? പ്ലാങ്ക് എക്സസൈസ്. റെഡി? 10 സെക്കൻഡ്. വൺസ് മോർ. റെഡി? യെസ്. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, റിലാക്സ്. എന്താണ് പറയുന്നത്? പ്ലാങ്ക് ഇതല്ലേ? പ്ലാങ്ക് എക്സസൈസ് എന്ന് പറയും. കാണാമോ? യൂട്യൂബിൽ കാണാൻ പറ്റും. ഓക്കെ, റെഡി? റിലാക്സ്. യെസ്.
റെഡി? നെക്സ്റ്റ് ചെയ്യല്ലേ? ഇങ്ങനെ എന്നാലും ഇങ്ങനെ തന്നെ ഞാൻ നിൽക്കണ പോലെ ഇതുപോലെയൊക്കെ മൗണ്ടൈൻ റണ്ണിങ് പറയും കേട്ടാ. റെഡി? ഞാൻ ഒന്ന് ഡെമോ കാണിച്ചു കേട്ടാ. കണ്ടോ? 1 2 3 4 5 6 7 ഇങ്ങനെ നിന്നേ മൗണ്ടൈൻ റണ്ണിങ് എന്ന് പറയും കേട്ടാ. എന്താ പറയാ? ഇങ്ങനെ ബെൻഡ് ചെയ്ത് നിൽക്കുക കേട്ടാ. എന്നിട്ട് ജസ്റ്റ് നമ്മൾ പോലെ ഉണ്ടോ ഒന്ന് ചെയ്തേ. ഓക്കെ, പൊസിഷൻ നിൽക്കുക. വെയിറ്റ് ഒരുമിച്ച് ചെയ്യാം. റെഡി? കാലും മുന്നിലോട്ട് കേട്ടാ. ജയാന്റെ ക്യാമറ കാണുന്നില്ല, ആളെ കാണുന്നില്ല. ഓക്കെ, താഴെ വെച്ചോ. സ്റ്റോപ്പ്. റിലാക്സ്. എഫക്റ്റീവ് ആണോ? അതിനുണ്ടേ പെയിൻ ഉണ്ടോ? ഓക്കെ, റിലാക്സ്. റെഡി. നമ്മൾ പ്ലങ്ക് ചെയ്തു അല്ലേ? ഇരുന്നിട്ട് പ്ലങ്ക് എക്സസൈസ് ചെയ്തു ഒരു 15 സെക്കൻഡ് 10 സെക്കൻഡ് ചെയ്യാം. അപ്പൊ നമ്മൾ ജസ്റ്റ് മൗണ്ടൈൻ അതെ ഇങ്ങനെ പൊസിഷൻ നിൽക്കുക. റെഡി? ജസ്റ്റ് നമ്മൾ കാല് സാധാരണ പോലെ കേട്ടാ. 1 2 3 4 5 6 10 സെക്കൻഡ് ചെയ്യാം കേട്ടാ. കിട്ടിയില്ല? മനസ്സിലായോ? ഓക്കെ, റിലാക്സ് കേട്ടാ. ഒരു മിനിറ്റ് ഞാൻ പോരെ, വെള്ളം കുടിച്ചിട്ട്. വെള്ളം കുടിച്ചോ? ഇച്ചിരി വെള്ളം കുടിക്കല്ലേ? എക്സസൈസ് ചെയ്തൊരു വെള്ളം കുടിക്കാം. ഒരു എക്സസൈസ് കൂടി നമുക്ക് ചെയ്യാം കേട്ടാ. ചെയ്തൊക്കെ മനസ്സിലായിണ്ടോ ഏതൊക്കെയാണെന്ന്? മനസ്സിലായ ഹോസ്റ്റ് ചെയ്യുന്ന ആരെങ്കിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കണേ. അപ്പൊ അതില് റെക്കോർഡ് ചെയ്ത് നേരെ വീഡിയോസ് വാങ്ങിക്കുക കേട്ടാ. വാങ്ങിച്ചിട്ട് നോക്കുക, കണ്ടിന്യൂ പഠിക്കട്ടാ. പഠിച്ചിട്ട് കുട്ടികളെ ജയിക്കാൻ പോവല്ലോ എല്ലാരും. ട്രെയിൻ ജയിക്കൂല പിള്ളേരെ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് നമ്മൾ ഏതൊക്കെ ചെയ്തു ഒന്നും കൂടി ചെയ്യാം. അതിന് ശേഷം ഞാൻ പറഞ്ഞു ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു കേട്ടാ. ഇരിക്കണ പോലെ മതില് ചാരിക്കുക. റെഡി? ചാരിക്കുന്നുണ്ടോ? 10-15 സെക്കൻഡ് ഒന്നിരുന്ന എല്ലാരും മതില് സപ്പോർട്ട് ചെയ്യുക. അത് മതില് എവിടെ അടിച്ച് വാളില് സപ്പോർട്ട് ചെയ്തിരുന്ന കേട്ടോ. ബോഡി ചെയ്യുക. സെക്കൻഡ് 15 സെക്കൻഡ്സ് എന്നൊക്കെ നമ്മൾ ലെഗ് കപ്പാസിറ്റി ലെഗ്സിന് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന എക്സസൈസ്. ഒരു 5 സെക്കൻഡ് 10 സെക്കൻഡ് ചെയ്തു. ചെയ്യാൻ പറ്റുന്നുണ്ടോ?
കാണാൻ പറ്റുന്നില്ല. അതൊന്നും കാണിച്ചു തരാം. ഓക്കെ, ഞാനൊന്ന് ഇരിക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. Yes, 50. ചെയ്തോ? ഇരിക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ചെയ്തേ. ഓക്കെ, ബോഡി സ്ട്രൈറ്റ് ആയിരിക്കണം കേട്ടാ. നമ്മൾ ചെയറിൽ ഇരിക്കുന്ന പോലെ തന്നെ. ചെയർ സീറ്റ്. ഓക്കെ, സപ്പോർട്ട് ചെയ്യാതിരിക്കുക. കാലിലുണ്ട് കുറച്ചും കൂടി. സിയാൻ കുറച്ചും കൂടി താഴോട്ട് പോ. സിയാൻ, യെസ്. 10 സെക്കൻഡ് ഇരിക്കുക. അപ്പൊ കാലിലെല്ലാം ഫീൽ വരും അല്ലേ? ഇവിടെ ഒക്കെ അല്ലേ? ഓക്കെ, റിലാക്സ്. കൂടുതൽ ചെയ്യണം. റെഡി? റിലാക്സ്. ചെയ്തോട്ടാ, കറക്റ്റ് ചെയ്യണം. ചെയ്യുമ്പോൾ എന്നാലും നമുക്ക് എഫക്റ്റ് ചെയ്യുള്ളൂ. ഏത് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ അതിന്റെ എഫക്റ്റീവ് കിട്ടുള്ളൂ നമ്മളെ ബോഡി പാർട്സ്. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. അതുണ്ടോ? സിമ്പിൾ ആയിട്ട് ഇരിക്കുക. അപ്പൊ നമ്മള് ഇത് ചെയ്യണ്ട കാലിലും പെയിൻ വരും. ചെയ്യണ്ട കേട്ടോ. ഞാൻ ചെയ്യണം കേട്ടോ. 10 സെക്കൻഡ് ചെയ്താലേ നമ്മൾ ഈ മസിൽസ് ഒക്കെ, ഈ തൈ മസിലും കാഫ് മസിൽസ് ഒക്കെ നല്ല പെയിൻ, നല്ല സ്ട്രോങ് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊക്കെ എക്സസൈസ് ചെയ്തു? ഇത്ര ചെയ്തു. വെയിറ്റ് 2, 11 എക്സസൈസോളം ചെയ്തു അല്ലേ? ഏതൊക്കെയാന്ന് മനസ്സിലായോ? ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടാ. നമ്മൾ ഫസ്റ്റ് ചെയ്തതാ സ്പോട്ട് റണ്ണിങ് അല്ലേ? സ്പോട്ട് റണ്ണിങ് 15 സെക്കൻഡ്സ്. ആഫ്റ്റർ ദാറ്റ് ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡ് റെസ്റ്റ് കൊടുക്കുക ആർക്കായാലും. ഓക്കെ, ആ റെസ്റ്റ് കഴിഞ്ഞ അപ്പൊ തന്നെ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടാ. ദെൻ ബാക്ക് ടേൺ അല്ലേ? രണ്ടാമത്തെ സെക്കൻഡ് എക്സസൈസ്. ഓക്കെ, ദെൻ തേർഡ് വൺ jumping jacks. Yeah, then next one side bend അല്ലേ? Side bend നമ്മൾ 15 സെക്കൻഡ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് 15 സെക്കൻഡ് റെസ്റ്റ് ചെയ്താ എന്നിട്ട് അടുത്തേക്ക് പോവാ. അടുത്തേതാ ചെയ്ത? പിന്നെ സ്ക്വാട്ട് എക്സസൈസ് അല്ലേ? എന്താ സ്ക്വാട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബോഡി ഫുള്ള് കറക്റ്റ് സ്ട്രൈറ്റ് ആയിരിക്കും കേട്ടാ. അത് ഞാൻ ചെയ്യണോ? ഓക്കെ, ബോഡി സ്ട്രൈറ്റ് ആയിരിക്കണം, നേരെ കേട്ടാ. പിന്നെ ഏതാ ചെയ്ത? ഓൾട്ടർനേറ്റീവ് അല്ലേ? ലെഗ് കോൺഷ്യസ്. ഇതൊരു മൂവ്മെന്റ്സ് ചെയ്യണം കേട്ടാ. വെറുതെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഒരു സുഖമില്ലല്ലോ. ഓക്കെ, സുഖമുണ്ടാവല്ലോ കേട്ടാ. ഒരു റെഡി? ഓക്കെ, ജസ്റ്റ് മൂവ്മെന്റിൽ ചെയ്യണം. അപ്പൊ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഏതാ ചെയ്ത നമ്മള്? സൈഡ് ജംപ്സ്. അത് കണ്ടിന്യൂസ് ചെയ്യണം കേട്ടാ. നമ്മള് എക്സസൈസ് ചെയ്യുമ്പോ ഇതൊക്കെ ഇങ്ങനെ ഒന്ന് ചാടി ഒന്നോട് നിന്നിട്ട് ശരിയല്ലോ കേട്ടാ. അപ്പൊ ഒരു എഫക്റ്റീവ് ആവില്ല. കണ്ടോ? കണ്ടിന്യൂ ചെയ്യട്ടാ. റെഡി? അപ്പൊ പിന്നെ ഏതാ ചെയ്ത് നമ്മൾ ഇട്ടോ? സ്കോട്ട് അല്ലേ? സ്കോട്ട് ചെയ്തിട്ട് ടോല് നിൽക്കുന്നു അല്ലേ? സ്കോട്ട് ചെയ്യുക, ടോല് നിൽക്കുക. ടോ മനസ്സിലായോ? ടോ നിൽക്കും നമ്മള് കാലിന്റെ അതിന് സ്ട്രൈറ്റ് പോകുന്നു അല്ലേ? ചെയ്യാ. റെഡി? ഓക്കെ, എക്സസൈസ് ഞാൻ നെയിം പറയാം. ഓക്കെ, സ്കോട്ട് പിന്നെ ലാസ്റ്റ് വൺ പ്ലാങ്ക് ചെയ്തു അല്ലേ? പ്ലാങ്ക് എക്സസൈസ് എടുത്തിട്ട് ചെയ്തു അല്ലേ? പിന്നെ കഴിഞ്ഞിട്ട് മൗണ്ടൻ റണ്ണിങ് അല്ലേ? ബെൻഡ് ചെയ്തിട്ട് പ്ലാങ്ക് നമ്മൾ ചെയ്തിട്ട് കിടന്നിട്ട് ആഫ്റ്റർ ദാറ്റ് ജസ്റ്റ് ബെൻഡ് ചെയ്തിട്ട് നമ്മള് മൗണ്ടൻ റണ്ണിങ് ചെയ്തു അല്ലേ? ആഫ്റ്റർ ലാസ്റ്റ് വൺ ചെയർ സീറ്റ് അല്ലേ? ചെയർ സീറ്റ് എക്സസൈസ്. ചെയറിൽ ഇരിക്കുന്ന പോലെ നമ്മള് ഒരു മതില് സപ്പോർട്ട് ചെയ്തിരിക്കുക. നമ്മളെ ലെഗ്സിന് ഫീൽ ചെയ്യും, നമ്മളെ കാലിനൊക്കെ എഫക്റ്റീവ്, ലെഗ് മസിൽസിനൊക്കെ നല്ല എക്സസൈസ് ആണ് നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മൾ 11 എക്സസൈസ് ചെയ്തു അല്ലേ? ഫസ്റ്റ് സ്പോട്ട് റണ്ണിങ് ചെയ്തു അല്ലേ? സ്പോട്ട് റണ്ണിങ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ ബാക്ക് ടേൺ. ഓക്കെ, തേർഡ് വൺ ജമ്പിങ് ജാക്സ്.
ഓക്കെ, നല്ല എഫക്റ്റീവ് ആണ് ഈ എക്സസൈസ്. നമ്മൾ ബോഡി എല്ലാ പാർട്സും മൂവ്മെന്റ് നമ്മൾ ചെയ്യുമ്പോൾ എല്ലാ പാർട്സ് മൂവ്മെന്റ് ആവും. നമ്മൾ പെട്ടെന്ന് വാങ്ങാൻ പോകും, പെട്ടെന്ന് നമ്മൾ ബോഡി ഹീറ്റ് ആവും ഈ എക്സസൈസ് ചെയ്യുമ്പോൾ. ഓക്കെ, ജമ്പിങ് ജാക്സ്. പിന്നെ ഏതാ ചെയ്തേ? നാലാമത്തെ സൈഡ് ബെൻഡ് അല്ലേ? സൈഡ് ബെൻഡ് എക്സസൈസ് 4. ഫിഫ്ത്ത് വൺ സ്ക്വാട്ട് അല്ലേ? സ്ക്വാട്ട് ചെയ്തു അല്ലേ? പിന്നെ ആൾട്ടർനേറ്റീവ് ലെഗ് ആൻഡ് എൽബോ അല്ലേ? ഇത് ഓക്കെ. നെക്സ്റ്റ് വൺ സ്ക്വാട്ട് ടോല്. സ്ക്വാട്ട് എക്സസൈസ് നമ്മൾ ടോല് ചെയ്തു അല്ലേ? അത് ചെയ്തു. എത്രാമത്തത്? 8ാമത്തെ അല്ലേ? പിന്നെ ജംപ്സ് സൈഡ് വേർഡ് ജംപ്സ് ചെയ്തു അല്ലേ? ആഫ്റ്റർ ദാറ്റ് പ്ലാങ്കിങ് ഇരുന്നിട്ടാണ് ചെയ്യുന്നത് പ്ലാങ്കിങ്. പിന്നെന്താ ചെയ്തത് നമ്മള്? മൗണ്ടൈൻ ചെയർ സീറ്റ് എക്സസൈസ്. അപ്പൊ ഏകദേശം നമ്മള് ചെയർ സീറ്റ് എക്സസൈസ് ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി ചെയ്യാം. ഓക്കെ, റെഡി? ഒരു എക്സസൈസ് കൂടി ചെയ്യാം, 12 എണ്ണം ആക്കാം. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് 3 എക്സസൈസ് ഒരു സെറ്റ് ആയിട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മൾ സ്പോട്ട് റണ്ണിങ്, ബാക്ക് ടേൺ, ജമ്പിങ് ജാക്സ്, അത് 3 എണ്ണം കൂടി ഒരു സെറ്റ് ആക്കാം. 15 സെക്കൻഡ് ഒരു എക്സസൈസ്. ആഫ്റ്റർ ദാറ്റ് നെക്സ്റ്റ് എക്സസൈസ് 15 സെക്കൻഡ്. ഈ ഓരോ എക്സസൈസിന്റെ ഇടയിലും എന്ത് കൊടുക്കണം? റെസ്റ്റ്. 10 സെക്കൻഡ് ഓർ 15 സെക്കൻഡ്സ് റെസ്റ്റ് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് എക്സസൈസ് പോകാം കേട്ടോ. ഓക്കെ, സ്പോട്ട് റണ്ണിങ് ഒരു 15 സെക്കൻഡ് ചെയ്യുക. നെക്സ്റ്റ് ബാക്ക് ടേൺ നെക്സ്റ്റ് 15 സെക്കൻഡ് ചെയ്യുക. പിന്നെ ജമ്പിങ് ജാക്സ് 15 സെക്കൻഡ്. അപ്പൊ അതാകുമ്പോ ഒരു സെറ്റ് ആയി അല്ലെ? ആ ഒരു സെറ്റ് ആകുമ്പോ 1 മിനിറ്റ് 2 മിനിറ്റ് റെസ്റ്റ് കൊടുക്കുക. മനസ്സിലായോ? ഇത്രയും കുട്ടികളാവും ചെയ്യുന്നവർക്ക് അല്ലെ? അവർക്ക് 1 മിനിറ്റ് 2 മിനിറ്റ് റെസ്റ്റ് കൊടുത്തിട്ട് നെക്സ്റ്റ് എക്സസൈസിലോട്ട് പോവാ. അത് സെറ്റ് നമ്പർ 2. അങ്ങനെ സെറ്റ് വൈസ് നമ്മൾ 3 എക്സസൈസ് ഒരു സെറ്റ് ആക്കുക. ആ സെറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ 1 മിനിറ്റോ 2 മിനിറ്റോ റെസ്റ്റ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് എക്സസൈസിലോട്ട് പോവാ. നെക്സ്റ്റ് സെറ്റ് നെക്സ്റ്റ് 3 എക്സസൈസ്. സൈഡ് ബെൻഡ്, ഒന്ന് സൈഡ് ബെൻഡ് ചെയ്തു, പിന്നെ സ്ക്വാട്ട് ചെയ്തു, പിന്നെ ജംപ് ചെയ്തില്ലേ? അത് 3 കൂടെ രണ്ടാമത്തെ സെറ്റ് ആക്കുക. റെഡി? അത് 2 കൂടെ രണ്ടാമത്തെ സെറ്റ് ആക്കുക. ആ രണ്ടാമത്തെ സെറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ റെസ്റ്റ് കൊടുക്കണം. അത്രേ 1-2 മിനിറ്റോ റെസ്റ്റ് കൊടുക്കുക. അപ്പൊ നമ്മൾ 2 സെറ്റ് ചെയ്തു അല്ലേ? 2 സെറ്റ് ചെയ്യുമ്പോൾ ഏകദേശം എല്ലാവരും എല്ലാവരും ബോഡി ഫിറ്റ് ആയിട്ട്. ഓക്കെ, അതുപോലെ എക്സസൈസ് 3 നല്ല വാമായി. അതൊക്കെ ആരാ ചെയ്യുന്നേ? റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ ആരും ഒരാൾ അല്ലേ? അതെ, റെക്കോർഡ് ഓൾറെഡി ചെയ്യുന്നുണ്ടല്ലോ. ഫുള്ളായിട്ട് തുടക്കം മുതലേ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഉണ്ടല്ലോ. ആ പിള്ളേർക്ക് കൊടുത്താൽ അവർക്ക് മനസ്സിലാവും. വീണ്ടും കാണിച്ചിട്ട് എക്സസൈസ് മനസ്സിലാവും. ഓക്കെ, റെഡി? അപ്പൊ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഏതൊരു ആക്ടിവിറ്റി ശേഷം അവസാനത്തിന്റെ സ്ട്രെച്ചിങ് ഉണ്ട് അല്ലെ? നമ്മൾ ആദ്യം എക്സസൈസ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് സ്ട്രെച്ചിങ് ഉണ്ട്, പിന്നെ വാമപ്പ്. അതിന് ശേഷം വീണ്ടും നമ്മൾ മെയിൻ എക്സസൈസ് എന്താണ് ഗെയിം അതിലോട്ട് പോകും അല്ലെ? അത് കഴിഞ്ഞാല് ലാസ്റ്റ് ഒന്നും കൂടെ നമ്മൾ ബോഡി പാർട്സ് ഒന്നും കൂടി സ്ട്രെച്ച് ചെയ്യണം. ഏത് കളി കഴിഞ്ഞാലും, ഏത് ഗെയിംസ് കഴിഞ്ഞാലും, ഏത് ആക്ടിവിറ്റി, ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്ത് നമ്മൾ സ്ട്രെച്ചിങ് ചെയ്യും അല്ലെ? സ്ട്രെച്ചിങ് ഞാൻ നേരത്തെ കാണിച്ചു തന്നുള്ള അതേപോലെ തന്നെയാണ് നമ്മള് ഒന്നും കൂടി ബോഡി പാർട്സ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. ചെയ്തല്ലേ? അതുപോലെ കൈ സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, 2 ഓപ്പോസിറ്റ് ചെയ്യുക. റെഡി? ഓക്കെ, ഇവിടെ നമ്മളെ എൽബോ സ്ട്രെച്ച് ചെയ്യുക. ദെൻ നമ്മള് ലെഗ് മസിൽസ് ഇങ്ങനെ നിൽക്കുക, കാല് സ്ട്രൈറ്റ് വെക്കുക. കണ്ടോ? ഇങ്ങനെ വെച്ചിട്ട് കാലുണ്ടോ ഇങ്ങനെ നിൽക്കുക. ഈ കാല് നമ്മൾ ഫുൾ സ്ട്രൈറ്റ് ആണ് അല്ലെ? നമ്മളെ ഇവിടെ നമ്മള് ബാക്ക് ലെഗ്സിന്റെ ഇവിടെ സ്ട്രൈറ്റ് കാണും. അതുപോലെ ഓപ്പോസിറ്റ് ചെയ്യാം. റെഡി? ഓപ്പോസിറ്റ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാം. അപ്പൊ നമ്മൾ കാഫ് മസിലും തൈ മസിൽസ് ഒക്കെ സ്ട്രെച്ച് ആവുന്നതാണ്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് വേണമെങ്കിൽ ഇങ്ങനെ സൈഡ് ആയിട്ട് നിൽക്കാം. കണ്ടോ? ഈ കാല് സ്ട്രൈറ്റ് ആട്ടാ എന്റെ. കണ്ടോ? then ഓപ്പോസിറ്റ് ചെയ്യാം. കാൽ സ്ട്രൈറ്റ് ആയിരിക്കും കേട്ടാ. ചെയ്തോക്കെ. ജസ്റ്റ് ഇങ്ങനെ കാല് വയ്ക്കുക, കാല് സ്ട്രൈറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ തൈ മസിൽസ് ഒക്കെ സ്ട്രെച്ച് ആവുന്നത് ഫീൽ ചെയ്യും. കാല് സ്ട്രൈറ്റ് ആയിരിക്കും കേട്ടാ. ഈ കാലുണ്ടോ?
ഇപ്പറ സപ്പോർട്ട് ചെയ്യാം, ഈ കയ്യിൽ ഇങ്ങനെ കഴിച്ചിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ രണ്ടിലും ചെയ്യാം കേട്ടാ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ മസിൽസ് സ്ട്രെച്ച് ആവണം ഫീൽ ചെയ്യും. ഓക്കെ, അതുപോലെ നമ്മള് ഇങ്ങനെ പിടിക്കുക, ഈ കാല് സ്ട്രൈറ്റ് വെക്കുക കേട്ടാ. നമ്മൾ ടോല് പിടിക്കാൻ ശ്രമിക്കും, ടോല് പിടിക്കാൻ സ്ട്രെച്ച് ചെയ്യും, ട്രൈ ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ ഫീൽ ചെയ്യണ്ട, നമ്മളിവിടെ മസിൽസ് സ്ട്രെച്ച് ആവും. ഓപ്പോസിറ്റ് ചെയ്യും അതേപോലെ. ഓക്കെ, പിന്നെ കുറെ എക്സസൈസ് നമ്മൾ നിന്നിട്ട് ഇങ്ങനെ ഇതേപോലെ പുട്ട് മുടക്കാതെ നമ്മൾ നീലോട്ട് തല മുട്ടിക്കാൻ നോക്കുക. അതൊക്കെ സ്ട്രെച്ചിങ് എക്സസൈസ്, ഒരുപാട് സ്ട്രെച്ചിങ് എക്സസൈസ്. കാല് സ്ട്രൈറ്റ് വെക്കുക കേട്ടാ, ഒരുമിച്ച് വെക്കുക, അടുപ്പിച്ച് വെക്കുക. Then try to touch your knee. ഇതൊക്കെ സ്ട്രെച്ചിങ് എക്സസൈസ് ആണല്ലേ. അപ്പൊ നമ്മൾ ഏതൊരു ആക്ടിവിറ്റി കഴിഞ്ഞാലും നമ്മൾ വാം ഡൗൺ എക്സസൈസ് എന്ന് പറയുന്ന സംഭവം ഉണ്ട് അല്ലേ. വാം ഡൗൺ എക്സസൈസ്, സ്ട്രെച്ചിങ്. നമ്മളെ ബോഡി എങ്ങനെയായിരുന്നു ഫസ്റ്റ് നമ്മൾ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നോർമൽ പൊസിഷനിലോട്ട് തിരിച്ചു വരും. അതിനാണ് നമ്മൾ വാം ഡൗൺ എക്സസൈസ്. ഒരുപാട് എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വീണ്ടും സ്കൂളിലൊക്കെ പോയിട്ട് പഠിക്കാം കേട്ടാ. വലിയ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ പഠിക്കാൻ പറ്റും. വാം അപ്പ്, വാം ഡൗൺ എക്സസൈസ്, സ്ട്രെച്ചിങ് എക്സസൈസ്. ഓക്കെ, ക്ലിയർ? എക്സസൈസ് ഒക്കെ മനസ്സിലായല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറയൂ. റെക്കോർഡ് ചെയ്തെന്ന് വിചാരിക്കണോ? ക്ലിയർ ആയല്ലോ? ചെയ്യാൻ ബാസിം വന്ന ബസം എന്താണ് പോയോ? എന്റെ പേരെന്താ? റിദ്വ. മനസ്സിലായോ? എക്സസൈസ് ഒക്കെ മനസ്സിലായോ? ഡൗട്ട് ഇല്ലല്ലോ? അപ്പോ നമ്മൾ ആദ്യം കുട്ടികൾ വരുമ്പോൾ എന്ത് ചെയ്യണം, അവരെ കൊണ്ട് ലൈറ്റ് ആയിട്ട് സ്ട്രെച്ച് ചെയ്യിപ്പിക്കുക കേട്ടാ. ബോഡി പാർട്സ് ഒക്കെ കാണിച്ചിരുന്നില്ലേ, സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യിപ്പിക്കുക. അതിന് ശേഷം ജസ്റ്റ് വാം അപ്പ്, ഓൺ സ്പോട്ടില് ജമ്പിങ് ഞാൻ കാണിച്ചില്ല, കൈയൊക്കെ റൊട്ടേറ്റ് ചെയ്യുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയില്ല? സ്ട്രെച്ചിങ് എക്സസൈസ് സ്ട്രെച്ചിങ് എത്ര മിനിറ്റ് ആണ് കുട്ടികളോട് ചെയ്യേണ്ടത്? എക്സസൈസ് കുട്ടികളോട് ചെയ്യേണ്ടത് ഒരു 3-4 മിനിറ്റ് ജസ്റ്റ് അവർ ചെയ്ത്. നമ്മള് കുട്ടികളല്ലേ പഠിച്ചിരുമ്പോ ചിലർ അറിയണ്ടാവില്ല. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ. ഓക്കെ, കുട്ടികൾ ചെയ്യാൻ നോക്കുക. കുട്ടി ചെറുതാകുമ്പോ വാമപ്പ് സെയിം ടൈം, സെയിം അത്രയും മതി വാമപ്പ്.